Welcome to the next part of the lesson, the blue bead. Chattering as they went, the women followed the dusty track toward the river. On their way, they passed a Gujar encampment of grass huts where these nomadic graziers would live for a time until their animals had perhaps finished all the easy grazing within reach, or they were not able to sell enough of their white butter and white milk to the district, or there was no one to buy the young male buffaloes for tiger bait. Now, സിബിയയുടെ അമ്മയുടെയും ഫ്രണ്ട്സിൻ്റെയും കൂടെ പേപ്പർ ഗ്രാസ് വെട്ടിയെടുക്കാൻ വേണ്ടി ക്ലിഫിലോട്ട് പോകുന്ന വഴിക്ക് അവർ ക്രോസ് ചെയ്യുന്ന ഒരു എൻക്യാമ്പ്മെൻ്റാണ്. അവിടെ താമസിച്ചുകൊണ്ടിരുന്നത് ഗുജേഴ്സ് എന്ന ഒരു ഒരു ട്രൈബാണ്. റൈറ്റ്, ഫോറസ്റ്റാണ്. ഈവൻ ഗുജേഴ്സും സിബിയെ പോലെ തന്നെ ഫോറസ്റ്റിലെ ആൾക്കാരാണ്, ജംഗലീസാണ്. അവരവരുടെ ക്യാമ്പിൻ്റെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അവരുടെ ക്യാമ്പിൽ ഉണ്ടാക്കിയിരുന്ന ഹട്ട്സ് ഗ്രാസ് കൊണ്ടായിരുന്നു. വേറാസ് സിബിയയുടെ ഗ്രാമത്തിൽ സിബിയയുടെ ഹട്ട്സ് ഉണ്ടാക്കിയിരുന്നത് മഡ് കൊണ്ടായിരുന്നു. ഇനി ഇവർ നൊമാഡിക് ഗ്രേസിയേഴ്സ് ആയിരുന്നു. ഇവർ ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് താമസിക്കാത്ത ആൾക്കാരായതുകൊണ്ടാണ് ഇവർ ഈ ഗ്രാസിൻ്റെ ഹട്ട്സ് ഉപയോഗിച്ചിരുന്നത്. സോ അവർ ഒരു സ്ഥലത്ത് നിൽക്കും, അവിടെ അവർക്ക് ആനിമൽസ് ഉണ്ട്. ആ ആനിമൽസിൻ്റെ മിൽക്കൊക്കെ വിറ്റ്, ആനിമൽസിൻ്റെ മിൽക്കിൽ നിന്നും ഉണ്ടാക്കുന്ന ബട്ടർ വിറ്റ്, അതുപോലെ തന്നെ ഈ ആനിമൽസിൻ്റെ കുഞ്ഞുങ്ങൾ കാഫിനെ ഒക്കെ നമ്മുടെ ഹണ്ടേഴ്സിന് കൊടുക്കും. എന്തിനാണ്? ടൈഗറൊക്കെ ഹണ്ടിങ് ആ സമയത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ടൈഗർ ഹണ്ടിങ് ചെയ്യുന്ന ആൾക്കാർക്ക് ടൈഗറിനെ പിടികൂടാൻ വേണ്ടിയിട്ട് ഒരു എര പോലെ ഉപയോഗിക്കാൻ വേണ്ടി ഈ പശുവിടെ പ്രാക്കളെയും അല്ലെങ്കിൽ ബഫലോസിൻ്റെ പ്രാക്കളെയും അല്ലെങ്കിൽ ഗോട്ടിൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുപോകുന്നത്. അപ്പോൾ അങ്ങനെ വിൽപ്പന നടത്തിയിട്ടുമാണ് ഈ ഒരു ഗുജർ ഫാമിലി ഗുജർ ഒരു ട്രൈബിലൂടെ ജീവിച്ചുകൊണ്ടിരുന്നത്. സോ ഇത് ഒക്കെ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ വന്നാൽ മാത്രമാണ് അവർ ഒരു സ്ഥലം വിട്ട് വേറെ സ്ഥലത്തോട്ട് പോവാറ്. ഇതൊന്നും അല്ലെങ്കിൽ അവരുടെ ആ ഒരു എൻക്യാമ്പ്മെൻറ്റിൽ ഒരു ടൈഗറിൻ്റെ ഭീഷണി വന്നാൽ, ഒരു മാൻ ഈറ്ററിൻ്റെ ഭീഷണി വന്നാലും അവർ ആ സ്ഥലം വിട്ട് പോകുമായിരുന്നു. അല്ലെങ്കിൽ ഇതൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, അതായത് അവരുടെ എല്ലാ പ്രൊഡക്ട്സും തീരുന്ന ഒരവസ്ഥ വന്നാൽ മാത്രമേ അവരൊരു സ്ഥലം വിട്ട് വേറെ സ്ഥലത്തോട്ട് പോകുകയുള്ളായിരുന്നു. സോ ദേ വേർ nomadic graziers. The Gujar is where the nomadic graziers. Okay, whereas the Sibia and the village people, they are junglis who were staying there. They were living on the products of the things that they got from the jungle. Sylvia glanced at the Gujar woman as she went past. They wore trousers tight and wrinkled at the ankles, and in their ears large silver rings made out of melted rupees, and one of them was clinking a stick against the brass big gurras in which they fetched water from the river for the camp, to see which one were empty. The men and the boys were out of the camp just now with the herd or gone to the bazaar to sell produce. But one of the two buffaloes were standing out, creatures of great wet noses and moving jaws and gaunt black bones. Now, ആ ഗുജർ എൻക്യാമ്പിൻ്റെ മുമ്പിൽ കൂടെ പോയപ്പോൾ നമ്മുടെ സിബിയെ കുട്ടി ഒന്ന് കണ്ണ് വെട്ടിച്ചൊന്ന് അവരെ ഒന്ന് നോക്കിയപ്പോൾ കണ്ടത് ഒരു ഗുജർ ലേഡീനെയാണ്. ആൻഡ് ഷി വാസ് വെയറിംഗ് ട്രൗസേഴ്സ് വിച്ച് വെർ ടൈറ്റ് ടുവേഴ്സ് ദി ആങ്കിൾ ഏരിയ. നമ്മുടെ ചുരി ബോട്ടമൊക്കെ ഇടുന്ന പോലെ തന്നെ ആങ്കിൾ ഏരിയയിൽ കുറച്ച് ടൈറ്റായിട്ടുള്ള ട്രൗസേഴ്സാണ് അവരുടെ ഇട്ടിരുന്നത്. അതേപോലെ തന്നെ അവരുടെ ചെവിയിൽ നല്ല സിൽവർ കളർ, അതായത് പൈസയൊക്കെ സിൽവർ പൈസ, നമ്മുടെ 1 രൂപ 2 രൂപ 50 പൈസ ഒക്കെ അങ്ങനെ മെൽറ്റ് ചെയ്തിട്ട് അതുകൊണ്ട് ഉപയോഗിച്ചിരിക്കുന്ന അതുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഓർണമെൻറ്റ്സ് ഇട്ടേക്കുന്ന പോലെ മെൽറ്റഡ് റുപ്പീസ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഓർണമെൻറ്റ്സ്, സിൽവർ ഓർണമെൻറ്റ്സ് ഇട്ടേക്കുന്നതാണ് സിബിയ കാണുന്നത്. ആൻഡ് വാട്ട് വാസ് ദാറ്റ് ലേഡി ഡൂയിങ്? ഷി വാസ് ക്ലിങ്കിങ്. ഇങ്ങനെ കുടങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു, വെള്ളം നിറയ്ക്കാനുള്ള കുടങ്ങൾ. ആ കുടങ്ങളിൽ ഇങ്ങനെ ഒരു വടി വെച്ചിട്ട് അടിച്ചടിച്ച് ശബ്ദം ഉണ്ടാക്കി നോക്കുകയായിരുന്നു. എന്തിനാണ് ആ ശബ്ദം ഉണ്ടാക്കിയത്? ഏത് കുടത്തിലാണ് വെള്ളമുള്ളത്, ഏത് കുടമാണ് കാലിൽ വെള്ളമില്ലാത്തത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 2 വോയിസിലും 2 ശബ്ദത്തിലും വ്യത്യാസമുണ്ട് അല്ലേ? അപ്പോൾ ആ ഒരു വ്യത്യാസം മനസ്സിലാക്കി വെള്ളമുള്ള കുടങ്ങൾ ഒരു സൈഡിലും വെള്ളമില്ലാത്ത കുടങ്ങൾ മാറ്റാനും, പിന്നെ ആ വെള്ളമില്ലാത്ത കുടങ്ങളിൽ വെള്ളം നിറയ്ക്കാനും, റിവറിൽ പോയി വെള്ളം നിറയ്ക്കാനും വേണ്ടിയുള്ള ഒരു പ്രൊസീജിയറാണ് വീഡിയോയിൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അവിടുത്തെ ആണുങ്ങളും അവിടുത്തെ ആൺകുട്ടികളും, പുരുഷന്മാരും ആൺകുട്ടികളും അവിടെ ഉണ്ടായിരുന്നില്ല. അവർ
ബാസാറിൽ പോയിക്കുമായിരുന്നു ഇത് അവരുടെ പ്രോഡക്റ്റ്സ് സെല്ല് ചെയ്യാൻ വേണ്ടി. പിന്നെ ആനിമൽസിൻ്റെ പേരിൽ ഒന്നോ രണ്ടോ ബഫലോസ് അവിടെ ഇവിടെ ഒക്കെ നിൽപ്പുണ്ടായിരുന്നു. ആൻഡ് ബഫലോസിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ തന്നിരിക്കുന്നത് ദേ വർ ദ ക്രീച്ചേഴ്സ് ഓഫ് ഗ്രേറ്റ് വെറ്റ് ന്യൂസ്. ബഫലോസിനെ കണ്ടിട്ടുണ്ടെങ്കിൽ അവരുടെ മൂക്ക് എപ്പോഴും ഇങ്ങനെ നനവുള്ള ഒരു മൂക്കാണ്. ആൻഡ് ദേ വർ ചൂയിങ് സംതിങ്. ആൻഡ് അവരുടെ ആ ഒരു ബ്ലാക്ക് ബോൺസ് അവരുടെ ആ ബഫലോയുടെ ആ ഒരു സ്ട്രക്ചറും കൂടെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. The Gujars were junglis as India was too, born and bred in the forest. For countless centuries, their forebears had lived like this, getting their living from animals, from grass and trees, as they scratched their food together and stored their substance in large herd and silver jewelry. They were man in the wandering pastoral age, not Stone Age hunters and not yet cultivators. So, Gujars were jungly, Scythia was also jungly. Gujars and Scythia, in fact, they both actually lived on the animals, grass, and trees. And they always cooked the raw ingredients, the raw food. They cooked food with the raw ingredients that they got from the ഫോറസ്റ്റിൽ നിന്ന് കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടാണ് അവരവരുടെ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. അവരുടെ കയ്യിൽ ഈ ഒരു ഗുജേഴ്സിൻ്റെ കയ്യിൽ കൂടുതലായിട്ടും കണ്ടുവന്നത് സിൽവർ ജ്വല്ലറീസും പിന്നെ ലാർജ് ഹേർഡാണ്. അതായത് ലോട്ട് ഓഫ് ആനിമൽസ് ബിക്കോസ് ദേ വർ ലിവിങ് ഓൺ ദി ആനിമൽ പ്രോഡക്ട്സ്. അപ്പം അവരെയും നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത് മാൻ ഇൻ വാണ്ടറിങ് ഏജ്. മാൻ ഇൻ വാണ്ടറിങ് ഏജ്. അവർ സ്റ്റോൺ ഏജ് ഹണ്ടേഴ്സിൻ്റെ ഗ്രൂപ്പിലും പെടില്ല. അവരിന്ന് ഒരിടത്ത് സ്ഥിരമായി താമസിച്ച് അഗ്രികൾച്ചർ അല്ലെങ്കിൽ കൾട്ടിവേഷൻ ചെയ്യുന്ന ഒരു ഗ്രൂപ്പിലും പെടില്ല. ദേ ആർ റെഫേർഡ് ആസ് മാൻ ഇൻ ദ വാണ്ടറിങ് pastoral age. Okay, so rise of early farmers. ഒരു ഫാമേഴ്സ് ഒരിടത്ത് സെറ്റിൽ ആവുന്നതിന് മുമ്പത്തെ ഒരു സ്റ്റേജിലത്തെ ആൾക്കാരായിട്ടാണ് ഇവരെ കണക്കാക്കപ്പെടുന്നത്. Now there was the river. അപ്പം അങ്ങനെ നടന്നു സിതിയും സിതിയുടെ അമ്മയും ഫ്രണ്ട്സും ഒക്കെ കൂടി എവിടെ എത്തി? റിവറിലെത്തി. Twinkling between the trees, sunlit beyond dark trunks, they could hear it rushing along. അപ്പോൾ അവർ റിവറിൻ്റെ അടുത്തോട്ട് എത്താറാകുമ്പോഴത്തേനും അവർക്ക് ആ ഒരു മരങ്ങളുടെ ഇടയിലൂടെ തന്നെ ആ റിവർ ഒഴുകുന്നത് കാണാമായിരുന്നു. അതിനകത്തോട്ട് സൂര്യപ്രകാശം വീഴുമ്പോഴുള്ള ആ ഒരു ഭംഗിയും പിന്നെ ആ വെള്ളം ഇങ്ങനെ ഒഴുകി വരുമ്പോഴുള്ള സൗണ്ടും ഒക്കെ കേൾക്കാൻ തുടങ്ങിയായിരുന്നു. ദ വിമൻ കെയിം ഔട്ട് ഓൺ ദ ഷോർ ആൻഡ് മെയ്ഡ് ഫോർ ദ സ്റ്റെപ്പിംഗ് സ്റ്റോൺസ്. ഈ സ്ത്രീകളെല്ലാവരും കൂടി ആ കരയിലോട്ട് വന്നിട്ട് അവിടെ സ്റ്റെപ്പിംഗ് സ്റ്റോണിൽ കയറിയിട്ട് ഇനി അവർക്ക് ആ റിവർ ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോയിട്ട് വേണം കുന്നിൽ കയറി പേപ്പർ ഗ്രാസ് കട്ട് ചെയ്യാം. അപ്പം ദേ ഹാഡ് പ്ലെൻറ്റി ഓഫ് ലാഫ് ആൻഡ് ബിക്കർ അബൌട്ട് ആസ് ദേ അപ്രോച്ച്ഡ് ദ റിവർ ഇൻ എ നോയ്സി ക്രൗഡ്. They girded up their skirts so as to jump from stone to stone, and they clamped their sickles and forks together over their shoulders to have ease of movement. They shouted their quarrels above the gush of the river. ഈ സ്ത്രീകൾ ആ സ്റ്റെപ്പിംഗ് സ്റ്റോണിൻ്റെ അടുത്ത് വന്ന് അവരവരുടെ സ്കേർട്ടൊക്കെ സ്വല്പം ഒന്ന് പൊക്കി കുത്തി വെച്ചു. കാരണം ഇനി അവർക്ക് കെയർഫുള്ളായിട്ട് ഓരോ സ്റ്റോൺസ് ചവിട്ടി വേണം അപ്പുറത്തോട്ട് കടക്കാൻ. അപ്പോൾ തട്ടി വീഴാണ്ടിരിക്കാൻ അവരവരുടെ സ്കേർട്ടൊക്കെ സ്വല്പം ഒന്ന് പൊക്കി കുത്തി വെച്ച് അവരുടെ കയ്യിലുണ്ടായിരുന്ന ആ സിക്കിൾസും അവരുടെ കയ്യിലുണ്ടായിരുന്ന ഫോക്സും ഒക്കെ അവർ ഷോൾഡറിലോട്ട് വെച്ചു. കാരണം അവർക്കൊരു ബാലൻസ് കിട്ടാൻ വേണ്ടിയിട്ട്, സോ ദാറ്റ് ദേ ക്യാൻ ഈസിലി ക്രോസ് ദ റിവർ. ആൻഡ് ദേ വർ ഷൗട്ടിങ് ആൻഡ് സ്പീക്കിംഗ് ടു ഈച്ച് അതർ. അവർ നല്ല ഉറക്ക സൗണ്ട് ഉണ്ടാക്കിയിട്ടാണ് കടന്നുകൊണ്ടിരുന്നത്. ആ സൗണ്ട് എന്ന് വെച്ചാൽ വെള്ളം ഒഴുകി വരുന്ന സൗണ്ടിനേക്കാട്ടിലും കൂടുതൽ സൗണ്ടായിരുന്നു. അവർ പരസ്പരം സംസാരിക്കുകയും ഓളിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറയുകയും ചെയ്തിരുന്നത്. എന്താണ് അവരുടെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ the main intention was that they knew that if there is a crocodile or any other animal that would attack them, അവരെ അറ്റാക്ക് ചെയ്യാൻ പാകത്തിന് എന്തെങ്കിലും ആനിമൽസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഓളി അല്ലെങ്കിൽ ഈ ഒരു ഒച്ചയും വേഗം കേട്ടിട്ട് അവർ പിന്മാറും അല്ലെങ്കിൽ അവർ അറ്റാക്ക് ചെയ്യില്ല എന്നൊരു ഉദ്ദേശം കാരണമാണ് അവരിങ്ങനെ ഉറക്കെ സംസാരിച്ച് പോയത്. Now, noise frightens crocodiles. The big bugger did not move and all the women crossed in safety to the other bank. So, അവരുടെ പ്ലാൻ ക്ലിക്കായി. ഇത്രയും സ്ത്രീകൾ അതിലെ കൂടി കടന്നു പോയിട്ടും നമ്മുടെ മിസ്റ്റർ ക്രോക്കോഡൈൽ അറ്റാക്ക് ചെയ്യാൻ റെഡിയായിട്ട് കിടന്നിരുന്ന ആൾക്കാർ പറ്റിച്ച് ലോഗിൻ്റെ ഇടയ്ക്ക് കിടന്നിരുന്ന ക്രോക്കോഡൈലിന് അനങ്ങാൻ പറ്റില്ല. ബിക്കോസ് ദ നോയ്സ് ഫ്രൈറ്റൻസ് ക്രോക്കോഡൈൽ. ഓക്കെ. Now, here they had to climb a still hillside to get at the grass, but
all fell to with a will and sliced away at it wherever there was foothold to be had. Now ഈ സ്ത്രീകൾ ആ റിവർ കടന്ന് അപ്പുറത്തോട്ട് പോയി, അപ്പുറത്തോട്ട് എത്തിക്കഴിഞ്ഞു. ഇനിയാണ് അവരുടെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള പണി, ആ ക്ലിഫിലോട്ട് കയറുക എന്നുള്ളത്. പക്ഷേ ജീവിക്കാൻ വേണ്ടി എന്തും ചെയ്യണമല്ലോ, ജീവിച്ചു പോകാൻ വേണ്ടി അവരുടെ ആ പണിയാണ് ഗ്രാസ് കട്ട് ചെയ്ത് കൊണ്ടുവരാനുള്ളത്. അതിനുവേണ്ടി അവർ എൻതൂസിയാസ്റ്റിക്കലി എല്ലാ ഉണർവോടുകൂടി, എല്ലാ ഉഷാറോടുകൂടി അവരുടെ മുമ്പിലുണ്ടായിരുന്ന ഏതൊരു ബുദ്ധിമുട്ടും തരണം ചെയ്ത് അവർ ആ ക്ലിഫ് കയറി, എവിടൊക്കെ കാല് വയ്ക്കാൻ പറ്റുമോ അവിടൊക്കെ കാല് വെച്ച് സ്ഥലമുണ്ടാക്കി അവർ ക്ലിഫ് മേലെ കയറി പോകാൻ തുടങ്ങി. Now down below, അവർ മുകളിൽ എത്തിക്കഴിഞ്ഞപ്പോൾ down below them ran the broad river pouring powerfully out from the deep narrow pools among the cold cliffs and shadows spreading into warm shallows lit by kingfishers. Great turtles lived there and mackerel weighing more than 100 pounds, crocodiles too. Sometimes you could see them lying out on those slabs of clay over there, but they were not to be seen at the moment. So സാധാരണഗതിയിൽ ഇവരിങ്ങനെ ഇവരുടെ ഡെയിലി റുട്ടീനാണിത്. അപ്പോൾ അവർ ചില സമയങ്ങളിൽ ഇങ്ങനെ ക്രോസ് ചെയ്ത് ക്ലിഫ് കയറുമ്പോൾ താഴോട്ട് നോക്കിയാൽ അവർക്ക് കാണാം, താഴെക്കൂടെ ഒഴുകുന്ന റിവർ കാണാം. അതുപോലെ തന്നെ റിവറിൽ കാണപ്പെടുന്ന ചില ആനിമൽസ്, ചില ക്രീച്ചേഴ്സ്, അതുപോലെ ചില സമയത്ത് ക്രോക്കഡൈൽസിനെ അടക്കം അവർ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ ദിവസം അവരതൊന്നും കാണാൻ ഇടകണ്ടിട്ടില്ല. ക്രോക്കഡൈലുകൾ ഉണ്ടായിരുന്നു, പക്ഷെ അവർ കണ്ടിട്ടില്ല. Now, where Sylvia was working, wind coming across hundreds of miles of trees cooled her sweating body, and she could look down over the river as if she were a bird. Although she did not dare stop for a moment under her mother's eyes, her imagination took her in swooping flight over the bright water and golden air to the banks where she had played as a child. So Sylvia, who was under the strict, leadership of her mother, she never even lifted her head. തലയൊന്ന് പൊക്കി ഒന്ന് ചുറ്റും നോക്കാൻ ഉള്ള ഒരു സാവകാശം പോലും സിബിയയ്ക്ക് ഉണ്ടായിരുന്നില്ല. അമ്മ കുറച്ച് സ്ട്രിക്റ്റ് ആയിരുന്നു, അമ്മ വെറുതെ സമയം കളയാൻ സമ്മതിക്കില്ലായിരുന്നു. പക്ഷേ എന്നാലും അവൾ ഇടയ്ക്ക് അവളൊന്ന് ഉയർന്നു നോക്കുമ്പോൾ അവൾക്ക് കാണാമായിരുന്നു താഴെക്കൂടെ ഒഴുകുന്ന നദിയെ. അതുപോലെ തന്നെ എവിടെ നിന്നൊക്കെയോ കാറ്റ് വന്ന് അവളുടെ ആ ഒരു വേർത്ത ശരീരത്തിനൊരു കുളിർമ കൊടുക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് അറിയാം അമ്മ വെറുതെ നിൽക്കുന്ന കണ്ടാൽ ചീത്ത പറയുന്ന അറിഞ്ഞാലും ചില സമയങ്ങളിൽ അവളുടെ ആ ഒരു ഇമാജിനേഷൻസ് അവളെ താഴത്തെ ആ ഒഴുകുന്ന നദിയിലോട്ട് കൊണ്ടുപോകുന്നു. കാരണം അത് കാണുമ്പോൾ അവർക്ക് അവളുടെ കുഞ്ഞുനാളുകൾ, കുഞ്ഞാണ് 12 വയസ്സേ ഉള്ളൂ, പക്ഷേ അതിന് കുഞ്ഞുനാളുകളിൽ ആ റിവറിൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ കളിച്ചിരുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിരുന്ന ഒരു കാലഘട്ടം ആ കുഞ്ഞിനെ ഓർമ്മ വരും. അങ്ങനെ ഓർത്തെടുക്കുന്നതാണ്. ഇൻ ദോസ് caverns above the high water mark of the highest flood, she had stored some little bowls molded of clay while they hardened. Now അങ്ങനെ കുഞ്ഞു നാളിൽ കുറച്ച് കാലം മുമ്പ് അവൾ അവിടെ ഒരു കേവിൻ്റെ ഉള്ളിൽ വന്നിട്ട് ആ കേവിനെ പറ്റി പറയുമ്പോൾ അവരൊരു പ്രത്യേകം പറയുന്നത് ഹൈ വാട്ടർ മാർക്ക്, അതായത് ഏറ്റവും അധികം ഫ്ലഡ് വന്ന ഒരു സമയത്ത് വെള്ളം എത്തിപ്പെട്ട ആ ഒരു ലെവലിനെക്കാട്ടിൽ മുകളിലുള്ള ഒരു കേവിൻ്റെ ഉള്ളിൽ സിബിയ കുറച്ച് കാര്യങ്ങൾ ഒളിപ്പിച്ച് വെച്ചിരുന്നു. എന്തായിരുന്നു അത്? ഷീ ഹാഡ് സ്റ്റോർഡ് സം ലിറ്റിൽ ബൗൾസ് മോൾഡഡ് ഓഫ് ക്ലേ വൈലി ഹാർഡ്. അപ്പോൾ ക്ലേ കൊണ്ടുണ്ടാക്കിയ കുറച്ച് ബൗൾസ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഉണങ്ങാൻ വേണ്ടിയിട്ട്. If there were anything that could be used for coloring, they would look fine, painted with marigolds and elephants. കളർ ചെയ്യാൻ കളേഴ്സ് കിട്ടിയിരുന്നെങ്കിൽ ആ ബൗൾസ് ഒന്നും കൂടെ ഭംഗിയായി തോന്നിയതിനെ സിബിയ അതിനെ മാരിഗോൾസും എലിഫൻസുമൊക്കെ വരച്ച് അതിനെ ഭംഗിപ്പെടുത്തിയതിനെ എന്നാണ് അവർ ചിന്തിക്കുന്നത്. Child, the sharp word, the glare of her mother's angry sweating face pulled Sylvia back to her and they turned on. സോ ഇങ്ങനെ സ്വപ്നം കണ്ടിരിക്കുന്ന സമയത്താണ് അമ്മ നോക്കുമ്പോൾ പണിയെടുക്കാനുള്ള സ്വപ്നം കണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ അമ്മ സിബിയനെ വിളിക്കും, ചൈൽഡ്, കുട്ടിയെ വിളിക്കും. എന്നിട്ട് ആ ഒരു ഞെട്ടലിൻ്റെ ആ ഒരു സൗണ്ടിന് സിബിയ അത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന ആ ഒരു ഇമാജിനേഷൻ പെട്ടെന്ന് വിട്ടിട്ട് ഷീ ഈസ് ബാക്ക് ടു ഹോം. But at last it was time to go back to see to their animals and the evening meal. The loaded women set out to cross the river. സോ അത്യാവശ്യം എല്ലാവർക്കും ഒരുവിധം പേപ്പർ ഡ്രസ്സൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർക്കിനി തിരിച്ചു വരാനുള്ള സമയമായി. തിരിച്ചു വന്നിട്ടും അവർക്ക് പണിയാണ്. എന്താണ് പണി? അവരുടെ ആനിമൽസ്, തിരിച്ചു വന്ന ആനിമൽസിനെ പരിപാലിക്കണം. അതുപോലെ തന്നെ വീട്ടിൽ വൈകുന്നേരം പോയിട്ടുള്ള ഭക്ഷണം പാകം ചെയ്യണം.
അപ്പം ലോഡഡ് വിമൻ എന്ന് വെച്ചാൽ ഈ പേപ്പർ ഗ്രാസ് ഒക്കെ ലോഡ് ചെയ്ത് ഇറങ്ങി വന്ന വിമൻ. ഓക്കെ, സോ അവർ വീണ്ടും ക്രോസ് ചെയ്തു, റിവർ ക്രോസ് ചെയ്ത് ഇപ്പുറത്ത് വന്നു. Sylvia hung back. Sylvia on the pinnacle. She had some other plans in her mind. She would just waddle a bit and run and see if the little clay cups were still there in the caves, waiting to be painted and used. സോ എന്തായിരുന്നു സിബിയയുടെ ഉദ്ദേശം? സിബിയ മെല്ലെ ഒന്ന് ആ കേവ്സിൽ പോയിട്ട് അവൾ ഉണക്കാൻ വെച്ചിരുന്ന അവളുടെ ആ ക്ലേ കപ്സ് ഉണങ്ങിയോ എന്ന് നോക്കുക. അതുപോലെ തന്നെ അത് പെയിൻറ്റ് ചെയ്യാൻ ആവോ, അത് പെയിൻറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിന് ഉറപ്പ് വരുത്താൻ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. അമ്മയോട് ചോദിച്ചാൽ അമ്മ വിടില്ല അറിഞ്ഞുകൊണ്ട് തന്നെ സ്വയം തീരുമാനിച്ച് എല്ലാവരിൽ നിന്നും കുറച്ചൊന്ന് സ്ലോ ആയിട്ട് ബാക്കിൽ തന്നെ തങ്ങി. Although the women were now tired and loaded, they still talked. Those in front yelled to those behind. They crossed the river safely and disappeared up the track into the trees on the other side. Even their voices died away. So സ്ത്രീകൾ ഭയങ്കര ടയർഡായിരുന്നെങ്കിൽ പോലും വീണ്ടും അവർ ആ റോഡൊക്കെ ക്രോസ് ചെയ്തു. അതേപോലെ തന്നെ സന്ധ്യ സമയമായതുകൊണ്ട് ആനിമൽസ് ഇറങ്ങുന്ന ഒരു ഏരിയ ആണ് ഫോറസ്റ്റ് എന്ന് പറയുന്നതപ്പം അവരെ പേടിപ്പിക്കാനും ഈ ആനിമൽസിനെ പേടിപ്പിക്കാനും ഒക്കെ ആയിട്ട് അവർക്ക് ക്ഷീണമാണെങ്കിൽ പോലും അവർ ഉറക്കെ സംസാരിച്ചു തന്നെയാണ് തിരിച്ചു പോയിക്കൊണ്ടിരുന്നത്. പതുക്കെ അവരുടെ സൗണ്ട് കേൾക്കാണ്ടായി അവരവരുടെ എൻക്യാപ്മെൻറ്റ് അവരുടെ വില്ലേജിലോട്ട് എത്തിപ്പെട്ടിട്ടുണ്ടാവണം. സൈലൻസ്, ചുറ്റും സൈലൻസായി. പക്ഷെ നമ്മളൊരു ആൾ മാത്രം അവിടെ മെല്ലെ പിന്നിലായി. ആരാണ്? നമ്മുടെ സിലിയ came down alone to the stepping stone. എല്ലാവരും പോയി നോക്കിയപ്പോൾ ഈ കുടുംബത്തിൽ സിലിയ എന്ത് ചെയ്തു? മെല്ലെ സ്റ്റെപ്പിംഗ് സ്റ്റോണിലോട്ട് വന്നു. The light of evening was striking at the gorge, pink into the ultraviolet shadows. Now that the sun was off it, the water poured almost invisible among the stones with no reflection to show where it began. So sunset ആയി തുടങ്ങിയപ്പോൾ, സൂര്യപ്രകാശം ഇല്ലാണ്ടായപ്പോൾ ആ ഒരു വാലിയിൽ ഒരു പിങ്കിഷ് കളറാണ് വന്നത്. ഒരു അൾട്രാ വയലറ്റ് ഷാഡോ വീഴുന്ന പോലെ ഒരു പ്രതീതിയാണ് തോന്നിയത്. സൂര്യപ്രകാശം മെല്ലെ മങ്ങി തുടങ്ങിയുകൊണ്ട് തന്നെ ഈ വെള്ളം എവിടെ നിന്ന് വീഴുന്നു എന്നുള്ള ആ ഒരു സൈറ്റ് ഇപ്പോൾ വിസിബിൾ അല്ലായിരുന്നു. ഓക്കെ, ആൻഡ് വെള്ളത്തിൻ്റെ ഒരു റിഫ്ലക്ഷനും അല്ലെങ്കിൽ വെള്ളം എവിടെ നിന്ന് വരുന്നു എന്നുള്ളൊരു ഒരു ക്ലിയർ കട്ട് പിക്ചറും ഈ ഒരു സമയത്ത് നമുക്ക് പ്രത്യക്ഷമായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. സിലിയ സ്റ്റെപ്ഡ് ഓൺ ടു ദ ഫസ്റ്റ് സ്റ്റോൺ. സിലിയ ഫസ്റ്റ് സ്റ്റോണിലോട്ട് ചാടി. അവിടെ ആരാണ് വെയിറ്റ് ചെയ്യുന്നത്? നമ്മുടെ ക്രോക്കോഡൈൽ അവിടെയുണ്ട്. ഷീ വാസ് ഹെവിലി വെയ്റ്റഡ്, her muscles stretched and aching. The hay forks were in the packed dry grass and dug into her collarbone, so close under the skin, in spite of the sari bunched up to make a pack. Now she had അവൾ ക്യാരി ചെയ്തിരുന്ന ലോഡ് അവളുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ആ ലോഡ് ഒരു സാരി ഇങ്ങനെ ബൺ പോലെ റോൾ ചെയ്തിട്ട് തലയിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഈ ഒരു ഗ്രാസിൻ്റെ ബണ്ടിൽ വെച്ചേക്കുന്നത്. അപ്പോൾ അവളുടെ ഗ്രാസിൻ്റെ ബണ്ടിലിൽ തന്നെ അവളുടെ സിക്കിൾ, അവിടെ ആ വെട്ടുകത്തിയും അതേപോലെ അവളുടെ ഹെയ് ഫോക്കും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ രണ്ട് ഹെയ് ഫോക്കും സിക്കിളും വെച്ചേക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് അവളിങ്ങനെ നടക്കുമ്പോൾ അവളുടെ കോളർ ബോൺസിൽ ഇങ്ങനെ കുത്തുന്നുണ്ടായിരുന്നു. റൈറ്റ്. Now, when she was halfway over, she put her load down on a big boulder to rest and leaned, breathing on the fork. Now, എന്താണ് ചെയ്തത്? പകുതിക്ക് വെച്ച്. ഓക്കെ, ആ സ്റ്റെപ്പിംഗ് സ്റ്റോണിലോട്ട് വന്ന് അപ്പുറത്ത് പോകണം, കേവ്സിലോട്ട് പോകണമെങ്കിൽ അപ്പുറത്ത് പോകണം. സോ ഓക്കെ, സ്റ്റെപ്പിംഗ് സ്റ്റോണിലോട്ട് വന്ന് പതുക്കെ നടക്കാൻ തുടങ്ങിയപ്പോൾ ഇടയ്ക്ക് വെച്ച് ഒരു മിഡ് വേയിൽ വെച്ചിട്ട് ഭാരം കൂടി ടയർഡായപ്പോൾ അവിടെ ഒരു വലിയ ഒരു സ്റ്റോൺ, ബോൾഡർ എന്ന് വെച്ചാൽ വലിയൊരു റോക്ക്, അതിനകത്തോട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനിരുന്നപ്പോൾ ലോഡൊക്കെ അവിടെ മാറ്റി വെച്ച് അവളുടെ ഹെയ് ഫോർക്ക് അവളുടെ ബോഡിക്ക് മുമ്പിലോട്ട് ഇങ്ങനെ വെച്ച് അതിനകത്ത് തല ഇങ്ങനെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി തലയൊക്കെ ഇങ്ങനെ കുനിച്ച് വെച്ച് കുറച്ച് ശ്വാസം എടുക്കാൻ വേണ്ടി അവിടെ ഇങ്ങനെ ഇരിക്കുന്നു. ആ സമയത്ത് തന്നെയാണ് അറ്റ് ദ സെയിം മൊമെൻറ്റ് ഗുജർ വുമൻ കെയിം ഡൗൺ വിത്ത് 2 ഗറാസ് ഓഫ് വാട്ടർ ഓൺ ദി അതർ സൈഡ്. അപ്പുറത്തെ സൈഡിൽ, അതായത് സിബിയ ഇരുന്നതിൻ്റെ അപ്പുറത്തെ സൈഡിൽ 2 കുടങ്ങളായിട്ട് ഒരു ഗുജർ വുമൻ വെള്ളമെടുക്കാൻ വന്നു. In order to get the good clear water, which would quickly fill both guras to the top without sand, she walked into the stepping stones. അപ്പോൾ സ്റ്റെപ്പിംഗ് സ്റ്റോൺസിൽ കടന്ന് കുറച്ച് താഴ്ന്ന് കുറച്ച് ഇറങ്ങി വെള്ളത്തിൻ്റെ ഇത്തിരി കൂടെ ആഴത്തിലോട്ട് പോയാൽ നമുക്ക് ക്ലിയർ വാട്ടർ കിട്ടും. ശരിക്കും സ്റ്റെപ്പിംഗ് സ്റ്റോണിൻ്റെ അടുത്ത് നിന്ന് വെള്ളം എടുത്താൽ ചിലപ്പോൾ അതിനകത്ത് സാൻഡ് ഉണ്ടാവും. അപ്പോൾ കുറച്ചും കൂടി ഇറങ്ങിയിട്ട് വെള്ളം എടുത്താൽ ക്ലിയർ വാട്ടർ കിട്ടും എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവർ ആ സ്റ്റെപ്പിംഗ് സ്റ്റോണും കഴിഞ്ഞ് ഇത്തിരി കൂടി ഇറങ്ങി വെള്ളം എടുക്കാൻ പോയി.
She was within a yard of the crocodile when he lunged at her. So ലോഗ്സ് അവിടെ തങ്ങി കിടപ്പുണ്ടായിരുന്നായിരിക്കാം. അതിൻ്റെ ഇടയ്ക്ക് കിടക്കുന്ന ക്രോക്കോഡൈലിനെ കുറിച്ച് വുമൻ ശ്രദ്ധിച്ചില്ല. ക്യാച്ചിങ് ഡിസ്റ്റൻസിൽ ആ ലേഡി എത്തിയപ്പോൾ ക്രോക്കോഡൈൽ അവരെ അറ്റാക്ക് ചെയ്തു. Up out of the darkling water heaved the great reptile, water slushing of him, his livid jaws yawning, and all his teeth flashing as he slashed at her leg. So this is a beautiful imagery that is being given. ഇത് നമുക്ക് ഈ ആനിമൽ പ്ലാനറ്റൊക്കെ കാണുന്ന ആൾക്കാർക്ക് ഇത് വിഷ്വലൈസ് ചെയ്യാം. പെട്ടെന്നൊരു ക്രോക്കോഡൈൽ വെള്ളത്തിൽ നിന്നും ചാടി ഉയർന്നു വന്ന് വായിങ്ങോട്ട് തുറന്ന് വീണ്ടും വെള്ളത്തിലോട്ട് വന്ന് ആ സ്ത്രീയുടെ കാലിൽ കയറി പിടിക്കുന്ന ആ ഒരു സീൻ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. സോ ഇറ്റ്സ് എ ഡേഞ്ചറസ് അറ്റാക്ക് ദാറ്റ് ഈസ് ബീയിങ് ഡിസ്ക്രൈബ്ഡ് by Nora Burke. Now, the woman screamed, dropped both brass pots with a clatter on the boulder, from whence they bounced to the water. And Sylvia saw them bob away in the current. Oh, the two good vessels gone. So Sylvia, ഒറ്റ നിമിഷം കൊണ്ട് നടന്ന് ഇതൊക്കെ സിബിയ കണ്ടുകൊണ്ടിരിക്കും. സിബിയ ആദ്യം സിബിയയ്ക്ക് ക്ലിക്ക് ചെയ്തത് ഈ സ്ത്രീയുടെ കയ്യിൽ നിന്നും ആ ഇച്ചിര നിറത്തിലുള്ള ആ രണ്ട് കുടങ്ങൾ കല്ലിലോട്ട് വീഴുകയും എന്നിട്ടത് വെള്ളത്തിൽ ഇങ്ങനെ ഒഴുകി പോവുകയും കൂടിയാണ്. അപ്പോൾ സിബിക്ക് അത് കണ്ടപ്പോൾ സിബി ഒരിക്കലും ഓൺ ചെയ്യാത്ത രണ്ട് സാധനങ്ങളായിരുന്നു ആ രണ്ട് കുടങ്ങൾ. സിബിക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത രണ്ട് കുടങ്ങളായിരുന്നു. അപ്പോൾ അയ്യോ ആ രണ്ട് നല്ല കുടങ്ങൾ പോയല്ലോ ഈശ്വരനാണ് ആദ്യം സിബിയുടെ മനസ്സിൽ വന്നൊരു ചിന്ത. The butcher woman recoiled from the crocodile, but his jaws closed on her leg at the same moment as she slipped and fell on the bone-breaking stone and clutched one of the timber logs to save her. Now, ഈ crocodile പെട്ടെന്ന് ഉയർന്നു ചാടി വരുന്ന കണ്ടപ്പോൾ this lady, she tried to protect herself and she tried to move back, but her legs were very close to the crocodile and ക്രോക്കോഡൈൽ പിടിച്ചു കഴിഞ്ഞിരുന്നു. പക്ഷേ ക്രോക്കോഡൈലിൽ നിന്നും വിടാൻ വേണ്ടിയിട്ട് ഈ ബുജർ വുമന് ഒരു ടിമ്പർ, ഒരു വലിയ തടിക്കഷ്ണമോടെ തങ്ങിക്കിടന്ന് തടിക്കഷ്ണത്തിൽ പിടികിട്ടിയിരുന്നു. സോ ഷീ വാസ് ഹോൾഡിംഗ് ഓൺ ടു ദാറ്റ് ടിമ്പർ ആൻഡ് ദ ക്രോക്കോഡൈൽ വാസ് ട്രൈങ് ടു പുൾ ഹർ ഇൻ ടു ദ ഡീപ് വാട്ടർ, whereas the lady was trying to protect herself. Okay. The log jammed between two boulders, with the woman clinging to it and screaming, while the crocodile pulled on her leg, threshing his might tail bang bang to and fro in great smacking flails as he tried to drag her free and carry her off down into the deeps of the pool. Blood spread everywhere. So, crocodile was trying to pull her, and the butcher woman was trying to make her legs, out of the crocodile's mouth. That was very difficult to be done. The butcher woman was trying her level best. She was holding on to the timber, and Mr. Crocodile was doing his level best by banging his tail again and again into the water, because tail is the one which gives him immense power, force in the water, right? ഇത് കണ്ടപ്പോൾ ചുറ്റും ബ്ലഡായി, ഈ ബുജർ വുമൻ്റെ കാലിൽ നിന്ന് വരുന്ന ബ്ലഡായി. സിബിയ ഇത് കണ്ടപ്പോൾ സിബിയ സ്പ്രാങ് എന്ന് വെച്ചാൽ ചാടി ഒറ്റ 2-3 ചാട്ടത്തിൽ അവിടെ എത്തി. ഫ്രം ബോൾഡർ ടു ബോൾഡർ ഷീ കെയിം ലീപ്പിംഗ് ലൈക്ക് എ റോക്ക്. ഒരു കാട്ട് ബോട്ട് ചാടി വരുന്ന രീതിയിൽ അവർ ഒരു റോക്കിൽ നിന്ന് മറ്റേ റോക്കിലോട്ട് ഇങ്ങനെ ചാടി അവിടെ. Sometimes it had seemed difficult to cross these stones, especially the big gap in the middle where the river coursed through like a bulge of glass. ചില സമയങ്ങളിൽ ഇതേ സ്റ്റോൺസ് ക്രോസ് ചെയ്യാൻ സിബിയ പല പ്രാവശ്യം ബുദ്ധിമുട്ടിയിട്ടുണ്ട്. കാരണം ചില റോക്സിൻ്റെ ഇടയ്ക്ക് കൂടെ വലിയ ഫോഴ്സിൽ വെള്ളം ഇങ്ങനെ വരും. വലിയ ഗ്ലാസ് ബൾജ് ചെയ്തിരിക്കുന്ന പോലെ ആയിരിക്കും ആ വെള്ളം ഇങ്ങനെ ചാടി വരിക. അപ്പോൾ ചില സന്ദർഭങ്ങളിൽ ഈ റോക്സ് ക്രോസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു നിമിഷത്തിൽ, ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിൽ അത് എങ്ങനെയൊക്കെയോ താണ്ടി സിബിയ അവിടെ ഓടിയെത്തി.
But now she came on wings. പറന്നു വരുന്ന പോലെ she came, choosing her footing in mid-air without even thinking about it. എങ്ങനെയാണ് ചാടുന്നത്, അവൾ വീടിന് വലിയ ഒന്നും ചിന്തിക്കാതെ ജസ്റ്റ് ഒരു റോക്കോട് വരുന്ന പോലെ ചാടി ചാടി എത്തി. ആൻഡ് ഒരു നിമിഷം കൊണ്ട് ഷീ വാസ് ബിസൈഡ് ദ ഷേക്കിംഗ് വുമൻ. ഒറ്റ നിമിഷം കൊണ്ട് ആ ബുജൽ വുമൻ്റെ അടുത്തെത്തി കഴിഞ്ഞിരുന്നു സിബിയ. In the boiling ready water, the face of the crocodile fastened around her leg. She was tugging to and fro and smiling. സോ ക്രോക്കഡൈലിൻ്റെ മുഖത്ത് എപ്പോഴും ഒരു സ്മൈലിങ്, ഒരു ഈവിൾ സ്മൈൽ ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു സ്മൈൽ ചെയ്യുന്ന പോലെ തോന്നിയിരുന്നു സിബിക്ക്. ആൻഡ് ലേഡി വാസ് ഓൾസോ വെരി സ്ട്രോങ്. ഷി വാസ് നോട്ട് ലീവിങ് ഹർ ഹോൾഡ് ഫ്രം ദ ടിമ്പർ. ആൻഡ് ആ ഒരു ടഗ് ഓഫ് വാർ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് സിബി അവിടെ എത്തുന്നത്. അപ്പോൾ സിബി നിൽക്കുന്നത് കണ്ടപ്പോൾ നമ്മളെ ക്രോക്കഡൈൽ ചേട്ടൻ സിബിയെ ഒന്ന് കണ്ടിട്ട് നോക്കി. His eyes rolled on to Sylvia. One slap of the tail could kill her. ആ വലിയ ടേലും കൊണ്ട് ഒരൊറ്റ അടി വെച്ച് കൊടുത്താൽ സിബിയ അവിടെ തീരാൻ വേണ്ടി. കാരണം സിബിയ ഇസ് വെരി റിച്ച്. ഹി സ്ട്രക്ക്, അവൻ ചെയ്യുകയും ചെയ്യും. അപ്പ് ഷോട്ട് ദി വാട്ടർ. അങ്ങനെ വാല് വെള്ളത്തിലിട്ട് അടിച്ചപ്പോൾ വെള്ളം നല്ല ഫോഴ്സിൽ, ഒരു 20 feet ഫോഴ്സിൽ മുന്നോട്ട് പോയിട്ട് ഒരു സിൽവർ ചെയിൻ വീഴുന്ന പോലെ താഴോട്ട് തിരിച്ചു വന്നു. 2-3 പ്രാവശ്യം അത് അങ്ങനെ ചെയ്തു. പക്ഷേ സിബിയ വാസ് എ വെരി വെരി ബ്രേവ് ഗേൾ ആൻഡ് ദിസ് വാസ് സംതിങ് വിച്ച് ഷീ വാസ് വെരി യൂസ്ഡ് ടു സീ ഇൻ ഹർ ഡെയിലി ലൈഫ്. സോ ദ റോക്ക് ജംപ്ഡ് അണ്ടർ ദ ബ്ലോ. ആ നിന്നിരുന്ന ആ ഒരു റോക്ക് ഉണ്ടല്ലോ, അതിന് പോലും ഒരു ഷിവറിങ് വന്നു. അത്രയ്ക്ക് ഫോഴ്സിലാണ് നമ്മളുടെ ക്രോക്കഡൈൽ ആ ഒരു ടെയിലിട്ട് ബാങ് ചെയ്യുന്നത്. But in the daily heroism of the jungle, as common as a thorn tree, Sylvia did not hesitate. സിബിയയ്ക്ക് ഇത് ഒരു പുത്തിരിയല്ലായിരുന്നു. സിബിയ ഇതുപോലത്തെ പല എപ്പിസോഡ്സും ഇതിനു മുമ്പും കണ്ടിട്ടുണ്ടായിരിക്കാം. She knew there are dangers. She was taught how to deal with all these dangers. She aimed at the reptile's eyes. See, Sylvia being a jungle, she knew that ക്രോക്കഡൈലുമായിട്ട് യുദ്ധം ജയിക്കണമെങ്കിൽ ഒന്നെങ്കിൽ അതിൻ്റെ അണ്ടർ ആംസ് അല്ലെങ്കിൽ അതിൻ്റെ കണ്ണുകൾ, ഇത് രണ്ടുമാണ് നമ്മൾ അറ്റാക്കിന് വേണ്ടി യൂസ് ചെയ്യും. സോ അതുപോലെ തന്നെ അവൾ അവളുടെ ഹേ ഫോക്ക് വെച്ചിട്ട് ആ ഒരു ക്രോക്കഡൈലിൻ്റെ കണ്ണിലോട്ട് തന്നെ കുത്താൻ, ഫുൾ ഫോഴ്സ് എടുത്ത് കുത്താൻ ശ്രമിച്ചു. അവൾ ശ്രമിച്ചത് കറക്റ്റായിരുന്നു. ഒരു ഫോർക്ക് അതിൻ്റെ കണ്ണിൽ തന്നെ കൊണ്ട് മറ്റേ ഫോർക്ക് ആ കണ്ണിൻ്റെ അപ്പുറമുള്ള സ്കിന്നിലോട്ടും കുത്തിക്കുക. സോ വിത്ത് ഓൾ ദി ഫോഴ്സ് ഓഫ് എ ലിറ്റിൽ ബോഡി ഷീ ബ്രോക്ക് ദി ഹേ ഫോർക്ക് at the eyes and one prong went in right while its tail crashed past on the horny cheeks. The crocodile reared up in convulsion. ഈ സമയത്ത് ഇപ്പോൾ ക്രോക്കഡൈലാണ് പിന്മാറാൻ തുടങ്ങിയത്. വേദനിച്ചപ്പോൾ ഇറ്റ് ട്രൈ ടു ജസ്റ്റ് ലീവ് the woman's leg. Till half his lizard body was out of the river. അപ്പോൾ വേദന വന്നപ്പോൾ അത്രയും നേരം പതിഞ്ഞു കിടക്കുന്ന ആ ഒരു ക്രോക്കഡൈലിൻ്റെ ബോഡി പകുതി മുക്കാലും വെള്ളത്തിന് മുകളിലോട്ട് വന്നു. ആൻഡ് വേദന കാരണം പൊളഞ്ഞപ്പോൾ അതിൻ്റെ ടെയിലും അതിൻ്റെ നോസും കൂടെ ഇപ്പോൾ കൂട്ടിമുട്ടുന്നുള്ളൊരു പോസ്റ്ററിലായി ബോൺ. ഓക്കെ, ദ ടെയിൽ ആൻഡ് ദ നോസ് nearly meeting over his stony back. Then he crashed back. എന്നിട്ടത് തിരിച്ച് വെള്ളത്തിൽ വീണു. എക്സ്പ്ലോഡിങ് ദ വാട്ടർ ആൻഡ് ഇൻ ആൻ uproar of bloody foam he disappeared. അപ്പോൾ ആ വേദന കാരണം പൊളഞ്ഞ് മുകളിൽ പൊങ്ങി വന്ന് തിരിച്ച് വെള്ളത്തിലോട്ട് വീണ് അത് വെള്ളത്തിൻ്റെ ആഴങ്ങളിലോട്ട് തിരിച്ചു പോയി. ഹി വുഡ് ഡൈ. തീർച്ചയായിട്ടും ഇത്രയും പെയിൻഫുള്ളായിട്ടുള്ള ഒരു വൂണ്ട് കിട്ടിക്കഴിഞ്ഞിട്ട് ഉറപ്പാണ് ആ ക്രോക്കഡൈൽ അധികം താമസിക്കാതെ മരിച്ചു ചത്തു. പക്ഷേ അത് അതിൻ്റെ ഡെത്ത് സംഭവിച്ചു എന്നുള്ളത് അറിഞ്ഞു വരുമ്പോഴേക്കും കുറച്ച് സമയം. കാരണം അതിൻ്റെ കണ്ണിലെത്തിയ ആ ഒരു മുറിവിൽ പഴുപ്പ് കയറി അതിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുമ്പോൾ വയറ്റിലായിട്ട് നിറച്ച് വെള്ളം കയറി അല്ലെങ്കിൽ ഒരു വല്ലാത്തൊരു സിറ്റുവേഷൻ എത്തിയിട്ട് അത് വെള്ളത്തിൻ്റെ മുകളിൽ ഫ്ലോട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ മാത്രമേ അത് ചത്തു എന്നുള്ള ഒരു ഉറപ്പ് വരുള്ളൂ നമുക്ക്. ബട്ട് അത് ചാവും എന്നുള്ളത് ഉറപ്പിച്ചിരുന്നു. ബിക്കോസ് അങ്ങനത്തെ ഒരു മുറിവാണ് അതിന് കിട്ടിയിരുന്നത്. സോ ഹി വുഡ് ഡൈ നോട്ട് യെറ്റ് ബട്ട് പ്രസൻ്റ്ലി, though his death would not be known for days, not till his stomach blew with gas floated him. Then perhaps he would be found upside down among the logs at the timber boom with pus in his eyes. ഇതേ ടിമ്പറിൻ്റെ അടുത്ത് ചിലപ്പം ഒഴുകി വന്ന് ഡെഡ് ബോഡി ആയിട്ട് ഈ ടിമ്പറിൻ്റെ ഇടയ്ക്ക് തന്നെ ചിലപ്പോൾ വന്ന് പെടാനും സാധ്യതയുണ്ട് എന്നാണ്
പറയും. Sylvia got her arms around the fainting woman and somehow dragged her from the water. She stopped her wounds with sand and bound them with rag and helped her home to the Gujar encampment where the men made a litter to carry her to someone for treatment. സിബിയയുടെ ആ ഒരു ജനറലി ആൾക്കാരുടെ ഒരു ഇനീഷ്യൽ ഫസ്റ്റ് എയ്ഡ് പ്രൊസീജിയറും ആ ലേഡിക്ക് വേണ്ടി ചെയ്തു. ആ ലേഡീനെ വെള്ളത്തിന്, കൊച്ചു കുട്ടിയാണെങ്കിൽ പോലും വലിയൊരു സ്ത്രീനെ വെള്ളത്തിന് ഒരുവിധം പുറത്തെടുത്തു. എന്നിട്ട് ആ ഒരു മുറിവുണ്ടായിരുന്ന സ്ഥലത്ത് മണ്ണൊക്കെ വെച്ച് മൂടി. അങ്ങനെയാണ് അവർക്ക് ആ ഒരു രീതി, ദ ഫോറസ്റ്റ് വേ ഓഫ് ട്രീറ്റിംഗ് വിത്ത് സാൻഡ് ആൻഡ് ദെൻ ഷീ ടൈഡ് ദാറ്റ് പർട്ടിക്കുലർ വൂണ്ട് വിത്ത് ദ റാഗ് ആൻഡ് ദെൻ ഷീ help this lady to reach to her encampment. എത്തിയപ്പോഴത്തേനും ആളുകൾ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി, ലിറ്ററിന് വെച്ചാൽ സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ട് എത്രയും പെട്ടെന്ന് അടുത്ത് കിട്ടാവുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് സെൻ്ററിലോട്ട് ഗുജറിനെ കൊണ്ടുപോയി. സിബിയ എന്നിട്ട് എന്ത് ചെയ്തു? ഷീ വെൻറ്റ് ബാക്ക് ടു ദ പ്ലേസ് വേർ ഷീ ഹാഡ് കെപ്റ്റ് ഹർ പേപ്പർ ഗ്രാസ്, സിക്കിൾ ആൻഡ് ദെൻ ദ ഫോർക്ക് എവിടെയായിരുന്നു? ഫോർക്ക് ക്രോക്കഡൈലിനെ കുത്തിക്കഴിഞ്ഞ് അവിടെ എവിടെയോ ഉണ്ടായിരുന്നു. സോ ദ ഫോർക്ക് വാസ് ലൈങ് ഇൻ ദ റിവർ. ഫോർക്ക് അവിടെ റിവറിൽ തന്നെ കിടന്നു. ഭാഗ്യം കൊണ്ടത് ഒഴുകിപ്പോയിണ്ടായിരുന്നില്ല. നോട്ട് ക്യാരിഡ് അവേ ലക്ലി ആൻഡ് ഷീ ബെൻഡ് ടു പിക്ക് ഇറ്റ് അപ്പ് ഔട്ട് ഓഫ് ദി വാട്ടർ. അപ്പം അതിനെ ഹേ ഫോക്ക് എടുക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിനുള്ളിലോട്ട് കൈ ഇട്ടപ്പോഴാണ് എന്താ കിടക്കുന്നത്? ബ്ലൂ ബീഡ്. ഷീ സോ ദ ബ്ലൂ ബീഡ്. നോട്ട് ബ്ലൂ നൗ, ഇപ്പോൾ അത് ബ്ലൂ അല്ല. കാരണം രാവിലത്തെ ആ ഒരു വെളിച്ചത്തിൽ സൂര്യപ്രകാശത്തിൽ ഒരു ബ്ലൂ ആയിട്ട് തോന്നിയായിരുന്നു. പക്ഷേ ഇപ്പം സൂര്യനൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിന് പ്രത്യേകിച്ചൊരു കളർ തോന്നില്ല, വൈറ്റ് ബ്ലൂ ആയിരുന്നു. ആൻഡ് ഇറ്റ്സ് ഷേപ്പ് വൂബ്ലിംഗ് ഇൻ ദ മൂവ്മെൻറ്റ് ഓഫ് ദി സ്ട്രീം. അതാ വെള്ളത്തിൻ്റെ ഉള്ളിൽ കിടന്ന് ഈ ഒരു ബീഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു. ഷീ റീച്ച്ഡ് ഹർ ആം ഡൗൺ ഇൻ ടു ദ യാർഡ് ഓഫ് ദ കോൾഡ് സീറ്റ് വാട്ടർ ടു ഗെറ്റ്. അവളുടെ കൈ കുറച്ചും കൂടെ നീട്ടി ഈ ബ്ലൂ ബീഡ് എടുക്കാൻ നോക്കുമ്പോൾ ആ റിഫ്രാക്ഷൻ കാരണം, വെള്ളത്തിൻ്റെ ഇടയിലെ റിഫ്രാക്ഷൻ കാരണം ആദ്യം ആ ബീഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവായി. ബട്ട് ഫൈനലി ഷീ വാസ് ഏബിൾ ടു ടേക്ക് ഇറ്റ് ആൻഡ് ഷീ മെയ്ഡ് ഇറ്റ്, ഷീ കെപ്റ്റ് ഇറ്റ് in her wet palm. Perfect. Even pierced, ready for use, with the sunset shuffled about inside it like gold dust. But സൺസെറ്റിൻ്റെ സമയമായതുകൊണ്ട് ആ സണ്ണിൻ്റെ ആ ഗോൾഡൻ റേസ് ആണ് ഇപ്പോൾ ബ്ലൂ ബീഡിൻ്റെ ഉള്ളിൽ വീണത്. സോ ഇറ്റ് വാസ് ലൈക്ക് എ ഗോൾഡ് ഡസ്റ്റ്. ഇറ്റ് വാസ് ലുക്കിംഗ് വെരി ബ്യൂട്ടിഫുൾ. ആൻഡ് ഇറ്റ് വാസ് പിയേഴ്സ്ഡ്. അതിൻ്റെ തോട്ടെ പോലും തുളയ്ക്കേണ്ടതാണ്. അത് അങ്ങനെ യൂസ് ചെയ്യാം, റെഡി ടു യൂസ് ഫോമിലാണ് സിബിക്ക് കിട്ടിയത്. ഓൾ ഹെർ ഹാർട്ട് വെൻറ്റ് അപ്പ് ഇൻ ഫ്ലെയിംസ് ഓഫ് ജോയ്. ഇതിലും കൂടുതൽ ഒരു സന്തോഷം സിബിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അവൾ അത്രയ്ക്ക് ആഗ്രഹിച്ചിരുന്ന ഒരു ബീഡാണ് അവളുടെ കയ്യിൽ ഇപ്പോൾ കിട്ടിയത്. ആൻഡ് ദാറ്റ് ഓൾസോ വിച്ച് വാസ് ലുക്കിംഗ് വെരി ബ്യൂട്ടിഫുൾ. After a bit, she twisted it into the top of her skirt again, her tummy against her tummy, so she would know if burst through the poor cloth and fell. അപ്പോൾ ആ ഒരു ബീഡ് അവളുടെ സ്കേർട്ടിൻ്റെ ആ ഒരു ടൈ ചെയ്യുന്ന ആ പോർഷനിൽ ഇങ്ങനെ തിരികെ വെച്ചു. അപ്പം സ്കേർട്ടിലും അവളുടെ ബോഡിയിലും കൂടെ ടച്ചായിട്ടാണ് അവിടെ ആ ബീഡ് വെച്ചിരിക്കുന്നത്. അതായത് ആ ബീഡ് എന്നാണ് വീണ് പോയാൽ അവളുടെ ബോഡിയിൽ നിന്ന് ടച്ച് പോകുന്നൊക്കെ ഫീൽ ചെയ്യും. സോ അത് അറിയാൻ വേണ്ടിയിട്ട് അവൾ അങ്ങനെ ടക്ക് ചെയ്ത് വെച്ചു. ആൻഡ് ദെൻ ഷീ പിക്ഡ് ഹർ ഫോർക്ക്, ഷീ പിക്ഡ് ഹർ സിക്കിൾ, ഷീ പിക്ഡ് ഹർ ഹെവി ഗ്രാസ് ലോഡ് ആൻഡ് ദെൻ ഷീ went back. Hey, what a day. So she was absolutely happy, not because she saved a woman, but because she got her long desired blue bead. Her bare feet smudged out the little mark of snakes in the dust. അതായത് സന്തോഷം കൊണ്ട് ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവളുടെ കാല് ഇങ്ങനെ ചാടിച്ചടിയൊക്കെ പോകുമ്പോൾ ഒരു സ്നേക്കിൻ്റെ ഫോമിലുള്ളൊരു ഫോർമേഷനാണ് അവരുടെ കാൽപാദങ്ങൾ അവിടെ ഉണ്ടായിരുന്നത് ആ മണ്ണിലുള്ളത്. Then there was a thin singing of malaria mosquitoes among the trees. അപ്പോൾ സന്ധ്യ ആയി കഴിഞ്ഞു. അപ്പോൾ കൊതുക് പാടുന്ന ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. And this track was much used at night by the Moroso old Magna elephant and the tuskless one. But Sylvia was not thinking of any of them. The stars came out, she did not notice. ഈ ഒരു സന്ധ്യ സമയത്താണ് ആനകൾ, അവിടുത്തെ ടസ്ക്ലെസ് ആനകൾ എന്തിനിറങ്ങുന്നത്? വെള്ളം കുടിക്കാൻ ഇറങ്ങുന്നത്. അതൊന്നും സിബിയയുടെ മനസ്സിലേ ഉണ്ടായിരുന്നില്ല. സിബിയ വാസ് ജസ്റ്റ് തിങ്കിങ് അബൌട്ട് ദ ബീഡ് ദാറ്റ് ഷീ ഹാഡ് ഗോട്ട്. സ്റ്റാർസും വന്നിരുന്നു, ഇട്ട് വീണ് കഴിഞ്ഞിരുന്നു, ബട്ട് ഷീ വാസ് നോട്ട് അറ്റ് ഓൾ നോട്ടീസിങ് ഓൾ ദീസ് തിങ്സ്. ഓൺ ദ വേ ബാക്ക് ഷീ മെറ്റ് ഹർ മദർ ഔട്ട് ഓഫ് ബ്രെത്ത് come to look for her and scolding. I did not see till I was home that you were not there. അപ്പം
അമ്മ ഓടിക്കടിച്ച് ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. വീട്ടിൽ ചെന്നപ്പോഴും നടന്നത് മോള് കൂടെ ഇല്ല എന്നുള്ളത്. അപ്പോൾ മോളെ തേടി അവർ പേടിച്ച് വീണ്ടും ഓടി വരുന്ന സമയത്താണ് സിബി അങ്ങോട്ട് നടന്നു പോകുന്നത്. അപ്പോൾ നാച്ചുറലി ഏതൊരു അമ്മയും ചീത്ത പറയുന്ന പോലെ സിബിയെ അമ്മ ചീത്ത പറഞ്ഞു. സിബിയുടെ അമ്മ പറയുന്നത്, ഐ തോട്ട് സംതിങ് മസ്റ്റ് ഹാവ് ഹാപ്പൻ ടു യു, എനിക്കെന്തോ പറ്റിക്കണമെന്നാണ് ഞാൻ വിചാരിച്ചത്. Sivya was, intoxicated because of finding that particular blue gem. She was like, yes, bursting her story, something did. എന്തോ എനിക്ക് സംഭവിച്ചു. ഐ ഫൗണ്ട് എ ബ്ലൂ ബീഡ് ഫ്രം ഇൻ എ പ്ലേസ്. ലോക്കമ്മ, എനിക്കെൻ്റെ ബ്ലൂ ബീഡ് കിട്ടി. എൻ്റെ നെക്ലേസ്, എൻ്റെ ലോക്കറ്റ് ഉപയോഗിക്കാൻ വേണ്ടി ഐ ഹാവ് ഗോട്ട് ദിസ് ബ്ലൂ ബീഡ്. സോ സീ ദ irony. This is what is called dramatic irony. She did something which is commendable. She saved a woman from a crocodile. But she is not at all thinking about that. അതിനെപ്പറ്റി അവൾ ചിന്തിക്കുന്നേ ഇല്ല. അവൾ അത്രമേൽ ആഗ്രഹിച്ച് നടന്ന ഒരു മുത്ത് അവൾക്ക് കിട്ടിയപ്പോൾ അതാണ് അവൾക്ക് ലോകത്തിലെ ഏറ്റവും വലിയൊരു സാറ്റിസ്ഫാക്ഷൻ. ആ ഒരു കുഞ്ഞു മനസ്സിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം സഫലീകരിച്ചതാണ് അവളുടെ ഏറ്റവും വലിയ സന്തോഷം. Right? So, such a beautiful story, heart-touching story. I hope I have been able to give you the explanation in right manner. ഇതിനകത്തും പല കാര്യങ്ങളും MCQ ആയിട്ട് ചോദിക്കുക. ഒന്നാമത്തെ കാര്യം ഡ്രമാറ്റിക് ഐനി, ദ സിറ്റുവേഷൻ ടുവേർഡ്സ് ദി എൻഡ്. ഒരു സ്ത്രീയെ രക്ഷപ്പെടുത്തിയിട്ട് അതിനല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നുള്ളത്. സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്ന ആ മുത്തിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതാണ് ഇവിടെ ഡ്രമാറ്റിക് ഐനിയായിട്ട് പറയുന്നത്. പിന്നെ ഇതൊരു ആനിമൽ ആൻഡ് മാൻ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആണ് ഇതിൻ്റെ തീം. അതുപോലെ തന്നെ ഒരു ചൈൽഡിൻ്റെ കറേജ് ആൻഡ് അവളുടെ ഇന്നസെൻസ്. പിന്നെ ദർ ഇസ് ദ തീം ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ റിച്ച് ആൻഡ് പുവർ. റൈറ്റ്? ഇപ്പോൾ ഓരോ സെൻറ്റൻസിലും ഓരോ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുകൊണ്ട് ലെസൺ നന്നായി വായിച്ചിട്ട് ഗെറ്റ് യുവർ സെൽഫ് പ്രിപ്പയർ ടു ആൻസർ ദ മൾട്ടിപ്പിൾ ചോയ്സ് questions. Thank you so much for listening. I'll see you with another chapter in the next video. Bye bye.